ഇസ്ലാം തന്നെ വളർന്നത് ഇത്തിബാഴിലൂടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ വിശുദ്ധ ഖുർആൻ ജനങ്ങളിലേക്ക് സജീവമായി മുസ്ഹഫ് രൂപത്തിൽ ഇറങ്ങാൻ തുടങ്ങുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ്. പക്ഷെ അപ്പോഴേക്കൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അവരെങ്ങനെ വന്നത്? അവർ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ കണ്ടു വളർന്നു. കേരളത്തിൽ എങ്ങനെയാണ് നമുക്ക് നല്ലൊരു മതപരമായ പശ്ചാത്തലം ഉണ്ടായത്? എങ്ങനെ നമ്മളൊക്കെ സുന്നികളായത്? എങ്ങനെയാ? നമ്മൾ കണ്ട നല്ല മനുഷ്യന്മാരൊക്കെ സുന്നികളായിരുന്നു. അല്ലാതെ ഈ സമൂഹത്തിലുള്ള തവസ്സുല്, ഇസ്തിഗാസ, നബിദിനം ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ഖുർആനും ഹദീസിൽ നിന്നുള്ള കൃത്യമായ പ്രമാണങ്ങളും തെളിവുകളൊക്കെ പഠിച്ചിട്ടാണോ ഈ ബഹുജന ലക്ഷങ്ങൾ സുന്നത്ത് ജമാഅത്തിൻ്റെ കൂടെ നിന്നത്? അല്ല. അവർ കണ്ട നല്ല മനുഷ്യന്മാരൊക്കെ സുന്നികളായി. ഇത്തിബായിലൂടെ ഉണ്ടായതാ. അപ്പം നമ്മുടെ വീട് ഒരു ദീനുള്ള വീടാക്കണമെങ്കിൽ നമ്മൾ ദീനുള്ള ആളുകളായി മാറുക. നമ്മളെ കണ്ടിട്ട് കുട്ടികൾ വളരും.